നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തൃശൂർ ഞാനിങ് എടുക്കുക എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി വന്നത്. തൃശൂർ എടുക്കാനും പറ്റിയില്ല, ഈ തൃശൂരുകാർ കൊടുത്തുമില്ല. അപ്പൊ പിന്നെ തൃശൂര് കട്ടെടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള മാർഗമാണ് സുരേഷ് ഗോപി ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് ചെമ്പിന്റെ കിരീടം കൊടുത്ത് പറ്റിച്ച ആളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ തൃശൂർക്കാരെയും മലയാളികളെയും കേരളക്കാരെയും ഒന്നാകെ തന്നെ വലിയ രീതിയിൽ വഞ്ചിച്ചുകൊണ്ട് ചെമ്പ് ഗോപി എന്ന് പറയുന്ന പേര് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, മറ്റു പല ആളുകളുടെയും വോട്ട് മാത്രമല്ല ചേർത്തിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്നു മാത്രം 11 വോട്ടുകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചേർത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും മാത്രമല്ല, സുരേഷ് ഗോപിയുടെ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം തന്നെ പേര് ചേർത്തി കഴിഞ്ഞിരിക്കുക. സുരേഷ് ഗോപിയുടെ സിനിമാ മേഖലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന ഡ്രൈവർ അജയ് പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉൾപ്പെടെ തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജിൽ അടക്കം വോട്ട് ചേർത്തിക്കൊണ്ട് ഒരു വീട്ടിൽ തന്നെ 20ഓളം വരുന്ന വോട്ടുകൾ ചേർത്തുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്.